സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. പ്രേക്ഷകർക്ക് അറിയാം, രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയാണത്. കലാപ്രതിഭകൾക്ക് ആശംസകളുമായി 24 എത്തുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്ര. ഈ കലോത്സവ വേദികളിലൊക്കെ സ്ഥിരം മുഖമായിരുന്നു KS ചിത്ര. KS ചിത്രയും KS ബീനയും കലോത്സവ വേദികളുണ്ടായിരുന്നു. ചിത്രയെ പോലെ ഒരുപക്ഷെ ചിത്രയെക്കാളും പാടുന്ന ഗായികയായിരുന്നു ചിത്രയുടെ സഹോദരി ബീന. അപ്പോൾ KS ബീന, 2 സഹോദരിമാർ എപ്പോഴും കരമനയിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ കലോത്സവ ഓർമ്മകൾ ഒരുപാടുണ്ടാകും ചിത്ര എന്ന ഗായികയ്ക്ക്. KS ബീന കുടുംബത്തിലേക്ക് വഴിതിരിഞ്ഞതുകൊണ്ട് പിന്നീട് ആലാപന രംഗത്ത് കണ്ടില്ല. പക്ഷേ KS ചിത്ര ഇന്ത്യയിലെ അറിയപ്പെട്ട ഗായികമാരിൽ ഒരാളായി മാറി. പുതിയ കാലത്ത് പുതിയ പ്രതീക്ഷകൾ, അതൊക്കെ ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷുമായി KS ചിത്ര പങ്കുവയ്ക്കുന്നു. കലോത്സവം ഇത്തവണ സാധ്യമാകുന്ന അത്രയും TV-യിലൂടെ കാണാൻ ശ്രമിക്കുമെന്നാണ് KS ചിത്ര പറയുന്നത്. ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകൾ തൻ്റെ മനസ്സിൽ ചേക്കേറുമ്പോൾ KS ചിത്ര മനസ്സ് തുറക്കുന്നു. കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. അഷ്ടമി രോഹിണി നാളിൽ പാട്ടുപാടാൻ ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ഗായിക പിന്നീട് മലയാളികളുടെ സ്വരമായി മാറി, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായി മാറി, നമ്മുടെ വാനമ്പാടിയായി മാറി. KS ചിത്ര സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ സന്തോഷം ചേച്ചി. ഒരു കലോത്സവ ദിവസം ആണ് ഞാൻ ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ അച്ഛന് വയ്യാതിരിക്കുകയായിരുന്നു. കോഴിക്കോട് ചേച്ചി വരുന്നുണ്ടെന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടി ഓടിയെത്തി, എന്ന് സംസാരിക്കാൻ കഴിഞ്ഞു, ഒപ്പം പാടാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇന്നിപ്പോൾ വീണ്ടും സംസ്ഥാന കലോത്സവ പ്രതിഭകൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ചേച്ചിയുടെ നാടാണ്. എന്താണ് ആദ്യമായിട്ട് അവരോട് പറയാനുള്ളത്? ആദ്യമായിട്ട് എല്ലാവർക്കും പറയാനുള്ള, എല്ലാവർക്കും നല്ല ആശംസകളാണ് നേരാനുള്ളത്. അവർക്ക് ഏറ്റവും നല്ല വിധത്തിൽ പാടാൻ സാധിക്കട്ടെ. നമ്മുടെ പകുതി നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം തരും. ആ ഒരു വിശ്വാസത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് പാടാൻ പറ്റട്ടെ. അതിനുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ചേച്ചി, ഞാൻ തുടങ്ങുന്നത് 78-ലെ ഓടക്കുഴലേ എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നാണ്. ചേച്ചിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയ വർഷം, നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. താമര കണ്ണൻ്റെ ചുംബന പൂമധു നുകർന്നവളേ, രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. ഞാൻ കേട്ടിട്ടുണ്ട്, അന്നൊക്കെ ചേച്ചി ഈ ലൈറ്റ് മ്യൂസിക് പഠിച്ചിരുന്നത് റേഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് എഴുതിയെടുത്ത് അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷെ എന്നിട്ട് പോലും പുതിയ പാട്ടുകൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കലോത്സവം എടുത്ത് നോക്കുമ്പോൾ പുതിയ പാട്ടുകൾ അങ്ങനെ വരുന്നില്ല. അന്ന് ഇപ്പോൾ 78, 80 കാലഘട്ടങ്ങളിലൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോഴും കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു പാട്ട് ഒരുപാട് സ്റ്റേജുകളിൽ കൂടെ, അളകനന്ദാതീരം എന്നൊരു പാട്ട് ഇടയ്ക്ക് കുറേ നാൾ കുട്ടികൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇപ്പോഴും പഴയ പാട്ടിലൊക്കെ തന്നെയാണ് എല്ലാവരും പാടി കേൾക്കുന്നത്. അന്നത്തെ കാലത്ത് ലളിതഗാന പാഠം എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ സ്റ്റേഷനിലൊരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു ലളിതഗാനം ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ചേച്ചി പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ ആരെങ്കിലും ഇരുത്തി പഠിപ്പിക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു പ്രചോദനമായിരുന്നു. എനിക്കറിയാം ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹം തർക്കരഹിതമാണോ കലോത്സവം എന്നുള്ളത്. അങ്ങനെയാണ് ചേച്ചി ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ചേച്ചി മത്സരിക്കുന്ന കാലത്താണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രഷറും ഉണ്ടായിരുന്നില്ല എന്നറിയാം. അതന്നെയല്ല ആഗ്രഹം? തീർച്ചയായിട്ടും അതെ. പിന്നെ അതിനകത്തുള്ളൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ പാട്ടുകാർക്ക് നമുക്ക് വേറെ ചിലവൊന്നുമില്ല, നമ്മൾ തൊണ്ട സൂക്ഷിച്ച് വന്ന് പാടിയാൽ മതി. പക്ഷേ ഡാൻസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ചിലവാണ് ഒരു കുട്ടിയെ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ. അപ്പം എനിക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തർക്കം ഒക്കെ വരുന്നത്. പ്രൈസ് കിട്ടാതെ വരുമ്പോൾ കൂടുതൽ പേരൻസിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വരുന്നതാണ് കൂടുതൽ സ്ഥലത്തും നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് എൻ്റെ പേരൻസൊന്നും ഒരിക്കലും യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങളുടെ കൂടെ വരാറേ ഇല്ല. ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുപോകും, മത്സരം കഴിയുമ്പോൾ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടും, അവിടെ നിന്ന് അച്ഛൻ വന്ന് വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങളുടെ. അപ്പോൾ പ്രൈസ് കിട്ടിയ സന്തോഷം, മുതുകിലൊരു 2 തട്ട് കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയില്ല, സാരല്ല പോട്ടെ അടുത്ത പ്രാവശ്യം എന്ന് ആ ഒരു ലാഘവത്തിലേ എടുത്തിട്ടുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിപ്പിച്ച് വിടും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മയും അച്ഛനും ചെയ്തു തന്നു വിടും. നല്ല കണിയൊക്കെ കാണിച്ചു വിടും. നല്ല കണി കാണിച്ചു തരും. അതുപോലെ തൊണ്ടയ്ക്ക് കഴിക്കാനായിട്ട് വെണ്ണയ്ക്കകത്ത് കുരുമുളകൊക്കെ നല്ലോണം ഇടിച്ചിട്ട് അത് ഇങ്ങനെ വിഴുങ്ങാൻ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴുണ്ടോ ചേച്ചിയുടെ കൂടെ അങ്ങനത്തെ ശീലങ്ങളൊക്കെ?
കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം എണ്ണയൊന്നും കഴിക്കാറില്ല, പക്ഷേ എന്നാലും കുറേ ചെയ്യില്ല. കുരുമുളകൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിക്കും, ചുക്ക് കാപ്പി. പ്രേക്ഷകർക്ക് അറിയാത്തൊരു രഹസ്യം പറഞ്ഞോട്ടെ. അതായത് 78-ലെ കലോത്സവത്തിൽ ചേച്ചിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയപ്പം ചേച്ചി ആ വേദിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുത് മേനോൻ സാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പാട്ട് ഒന്നുകൂടെ പാടി മാത്രമല്ല പിന്നീട് പാടാൻ പറഞ്ഞപ്പം ചേച്ചി ഒരു പാട്ട് പാടി. അത് ചേച്ചി അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ട് പാടിയത് എന്ന് പിറ്റേത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അല്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് പാടിയതല്ല. ചേച്ചി ഒരു ബുദ്ധിപരമായ നീക്കം നടത്തിയെന്നാണ് പത്രങ്ങളിൽ അന്ന് വാർത്ത വന്നത്. അത് സത്യം പറഞ്ഞത് അങ്ങനെയല്ല, നടന്നത് അങ്ങനെയല്ല. ഒരു പാട്ട് പാടുവാൻ ഓടക്കുഴലെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് അറിയാവുന്ന ഒരു ലളിതഗാനം എന്ന് പറയണത് ഒരു പാട്ട് പാടുവാൻ വന്നവൾ നീ സഖി 1000 പാട്ട് പാടിയാലോ എന്നുള്ള പാട്ട് ആണ്. അപ്പം പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ അത് പാടി. പക്ഷെ അത് അവസരോചിതമായിട്ട് സന്ദർഭോചിതമായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ എഴുതിയെന്നേ ഉള്ളൂ. അതിനകത്ത് എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇല്ലാണ്ട്. മഞ്ഞിൽ കുതിർന്നാടും പൊന്നിനാട ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ലക്കൂമ്പുലഞ്ഞും ആ മാലയും മാറോടലിഞ്ഞും മൈക്കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും. നമ്മൾ വീണ്ടും കലോത്സവത്തിലേക്ക് വന്നാലേ, അപ്പോൾ ചേച്ചി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചിട്ടോ ആകരുത് നമ്മൾ ഏതൊരു ഇതാണെങ്കിലും പഠിക്കേണ്ടത്, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്നൊക്കെ. പക്ഷെ ആ പ്രവണത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. എന്താണ് അങ്ങനെ കരുതുന്നവരോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്? അല്ല, നമ്മൾ ശ്രമിക്കുക. അതായത് ഇപ്പോൾ A ഗ്രേഡ് കിട്ടണം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുള്ള ഉന്നമതായിക്കോട്ടെ. പക്ഷേ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കുറ്റം പറയരുത്. അത് നമുക്ക് എല്ലാ ദിവസവും ഒരു സമയമുണ്ട്. നമുക്കന്ന് ഇന്ന് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് വരും. അതങ്ങ് പറയില്ലേ, ഓരോ പാട്ടിലും എഴുതിയിട്ടുണ്ട് അത് ആര് പാടണം എന്നുള്ളത്. അപ്പോൾ വേറെ ആര് പാടിയാലും അത് ഒറിജിനലി ആർക്കാണോ എഴുതിയിരിക്കുന്നത് അവർക്കത് കിട്ടും. SKN ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാലത്തെ ബന്ധമാണെന്ന് അറിയാം. പിന്നെ ശ്രീധരൻ നായർ സാറുമായിട്ട് എത്ര വർഷമായിട്ട് ഏഷ്യാനെറ്റിലുള്ള സമയം മുതൽ അത്രയും അടുത്ത ബന്ധമാണ്. അതുപോലെ സാനു പച്ചാളം, സാനുവായിട്ടും എനിക്ക് വളരെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാ ദിവസവും എനിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്ന ഒരാളാണ്. ശ്രീധരൻ സാറിനെ കുറിച്ച് ഞാൻ എന്ത് പറയണ, സാറ് എന്താ പറയണ്ട, സാറ് ഇപ്പോഴും എന്താ പറയണ്ട ഒരു യങ് അറ്റ് ഹാർട്ടാണ് ഇപ്പോഴും. സാറ് പടിയൊക്കെ ഓടി കയറണ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ അതുപോലെയൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ. അത്ര ഊർജ്ജസ്വലനായിട്ടാണ് എപ്പോഴും കാണുന്നത്. അങ്ങനെ തന്നെ സാറ് 100 വർഷം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തോടെ. അവിടെ ഏത് ജില്ലയായിരിക്കും കപ്പടിക്കുക എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടോ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? എനിക്കിപ്പോൾ തിരുവനന്തപുരത്തിന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ആർക്ക് കിട്ടിയാലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത സ്കൂൾ ഏതോ അവർക്ക് കിട്ടട്ടെ. തേൻകിണിയും തെന്നലായി നിന്നരികിൽ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ, നാണം കൊണ്ട് നെഞ്ചിൽ മാടപ്രാവോ തുള്ളി, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കൊഞ്ചി, ആലോലം കിളിമുത്തേവാ ആതിരരാവിലൊരമ്പിളിയായി. എന്താ വേണ്ടതല്ലേ ഇതിനപ്പുറത്തേക്ക്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ സംസ്ഥാന സ്കൂൾ കലോത്സവം, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും നർത്തകിമാർക്കും ഒക്കെയുള്ള ആശംസയാണ് ചിത്ര ചേച്ചി നൽകിയിട്ടുള്ളത്. അപ്പോൾ മത്സരബുദ്ധിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതൊരു എന്താ പറയുക ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരമാണ്. അതാണ് ചേച്ചി ആവശ്യപ്പെടുന്നത്. സ്കൂളുകളോ അധ്യാപകരും തമ്മിലൊന്നുമല്ല മത്സരം ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാ കലാപ്രതിഭകൾക്കുമുള്ള ആശംസകൾ നൽകുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്ര. KS ചിത്രയും നിഖിൽ പ്രമേഷും ചേർന്ന് പാടിയ ഗാനം പ്രേക്ഷകർ ആസ്വദിച്ച് കാണുമെന്നാണ് വിശ്വാസം. മാത്രമല്ല ഈ നിഖിൽ പ്രമേഷിനോട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ KS ചിത്ര ജേർണലിസ്റ്റായിട്ട് മാറുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എത്രയോ കാലമായി KS ചിത്രയെ നമ്മൾ കാണുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിൻ്റെ ചിരിയാണ് KS ചിത്ര എന്ന് പറയുന്നത്. വളരെ ഉയരങ്ങൾ ഒരുപാട് ഏണിപ്പടികൾ കടന്നുപോയപ്പോഴും KS ചിത്ര ആ പഴയ കരമനക്കാരി ചിത്ര എന്ന പാട്ടുകാരി മാത്രമാകുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ ലാളിത്യം. ഇത്രയും വിനയമുള്ള ഒരു പാട്ടുകാരി മലയാളത്തിൽ വേറെ ആരാ?
അപ്പം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരുപക്ഷെ ചിത്രയെ കാണുന്നതും ചിത്രയോട് സംസാരിക്കുന്നതും ഒക്കെ വലിയ സ്വപ്നമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പാട്ടുകാർ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. ഞാനൊരിക്കൽ ഹൈദരാബാദിലൂടെ ഇങ്ങനെ ഒരു വണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ ചിത്രയുടെ ഒരു തെലുങ്ക് പാട്ടിട്ടിരിക്കുക. ചിത്രയെ പാടിയെങ്കിൽ മനസ്സിലാവുന്നു, പക്ഷേ പാട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചത് ആരാ പാടിയിരിക്കുന്നത് അറിയാമോ എന്ന് ചോദിച്ചു. ചിത്രാമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ചിത്രയുടെ വീട് എവിടെയാണെന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തമിഴിലാണ് ഞാൻ സംസാരിക്കുന്നത്. തമിഴ് എനിക്കറിയില്ല, അഡ്ജസ്റ്റ് ചെയ്തുള്ള തമിഴ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ആന്ധ്രയിൽ തന്നെയാണ്, ഇവിടെ ജനിച്ച ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആന്ധ്രക്കാർക്ക് ചിത്ര അവിടുത്തെ ജനിച്ച പാട്ടുകാരി, തമിഴ്നാട്ടുകാർക്ക് അവിടുത്തെ ജനിച്ച പാട്ടുകാരി, കേരളത്തിന് സ്വന്തം വാനമ്പാടി ചിത്ര. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അവർ ചിത്രയെ വേറെ രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും ഇന്ത്യയുടെ തന്നെ അഭിമാനമുള്ള ഗായികയായിട്ട് ചിത്ര വളർന്നു. ഇനി ഒരുപാട് കാലം ചിത്ര നമ്മളെ പാടി രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിത്രയ്ക്ക് ആശംസകൾ. എനിക്കൊരു 100 കൊല്ലം ചിത്ര വിധിച്ചിട്ടുണ്ട്, അത്രയും ആശ്വാസം. താങ്ക് യു ചിത്ര.